അങ്ങനെ തിരുവനന്തപുരം എത്തി. സ്റ്റേ കൊടുത്തത് കോർഡിയൽ സോപാനം എന്ന ഹോട്ടൽ, ഒരു 3 സ്റ്റാർ ഹോട്ടൽ. നമ്മളെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല നീറ്റ്നെസ് ഉള്ള നല്ലൊരു ഹോട്ടൽ. റൂം കുറച്ച് ചെറുതാണെങ്കിലും അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത റൂമേനു. റൂഫ് ടോപ്പ് ലൈറ്റും പിന്നെ ബെഡും പിന്നെ നല്ലൊരു സംതൃപ്തി തോന്നുന്ന രീതിയിലുള്ള ഒരു റൂം. നമുക്ക് 4th ഫ്ലോറാണ് കിട്ടിയത്. ഒരു ഡീലക്സ് റൂമാണ് അടുത്ത്. ഇതാണ് വ്യൂ, പുറമേ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ്. ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് പറയാം നമുക്ക് തിരുവനന്തപുരം. നടക്കുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ എന്താ, പൊതുവേ റൂമിലെൻ്റെ ഹൈലൈറ്റ് എടുത്തു കാണിക്കുന്നത് അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് കാണാം. വളരെ വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത റൂമിലുള്ളത്. പിന്നെ ഇൻബിൽട്ടായിട്ട് ഗോദ്രേജിൻ്റെ സേഫ്, പിന്നെ എന്താ പറയുക, നമ്മുടെ അയൺ ബോക്സ് സപ്പോർട്ട്, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. വളരെ എന്താ പറയുക, ഒരു കംഫർട്ട്നെസ് തോന്നുന്ന രീതിയിലാണ്. പിന്നെ അവരുടെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആണെങ്കിലും എല്ലാം നല്ല ഒരിതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളവരെ ഹോട്ടലിൽ പോയി. ഉച്ചയായി ഏകദേശം നമ്മൾ എത്തുന്ന സമയത്ത് ഉച്ച ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് പോയി. അപ്പം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ ഒരു വൈഡ് ഏരിയ ആണ് റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഓർഡർ ചെയ്ത് ഫിഷ് നിർവാണയും പിന്നെ ഒരു താലി റൈസിന് നോൺ വെജ് എല്ലാം കൊള്ളാം. നിർവാണ നല്ല എടുത്തു പറയുന്ന നെയ്മീൻ നിർവാണയാണ്. പിന്നെ വൈഫിന് സ്പെഷ്യൽ വൈറ്റ് ഓംലെറ്റും കൂടി, എഗ് വൈറ്റ് ഓംലെറ്റും കൂടി ഓർഡർ ചെയ്തതിന് ഒന്നും പറയാനില്ല, നല്ല ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാം കൂടി നമ്മൾ അവസാനം ഒരു ലെമൺ ടീയിൽ നിർത്തി. നമുക്ക് ഈ ലോഡ്ജിന് നല്ല റേറ്റിംഗ് കൊടുക്കാം. ഔട്ട് ഓഫ് 10 എന്ന് പറഞ്ഞാൽ ഒരു 8.5, 9 നമുക്ക് എന്തായാലും കൊടുക്കാം. തിരുവനന്തപുരത്ത് വരുന്നവർക്ക് നല്ലൊരു സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ്.